മെത്രാന്മാരുടെ താല്പര്യം കൂടി മുൻനിർത്തിയിട്ടാണല്ലോ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് ഓരോ തവണയും പ്രവർത്തിക്കുന്നത്. ഓക്കെ. അദ്ദേഹം ഈ UDF വിട്ട് LDF പോയത് എന്തുകൊണ്ടാണ്? മറ്റേ ബെന്നി ബെഹനാൻ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയതുകൊണ്ടാണോ? അല്ല. അന്നത്തെ സമുദായ നേതാക്കൾ, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ UDF നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം, മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കണം എന്ന് താല്പര്യപ്പെട്ടു. അവരുടെ താല്പര്യപ്രകാരമാണ് ജോസ് കെ മാണി UDF വിട്ട് LDF പോയത്. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി. അതിൻ്റെ ഗുണം പരിമിതമായിട്ടെങ്കിലും ക്രിസ്ത്യൻ ബിഷപ്പുമാർക്ക് കിട്ടി, ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മെത്രാന്മാർക്ക് മനസ്സിലായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി ജോസ് മാണിയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി LDF നിൽക്കുന്നതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഗുണമില്ല, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് ഗുണമില്ല. നേരെ മറിച്ച് അവർ UDF വരികയും കൂടുതൽ സീറ്റുകൾ ജയിക്കുകയും അങ്ങനെ ഇവരുടെ ബാർഗൈനിങ് പവർ കൂടുകയും ചെയ്താൽ, ഇപ്പോൾ 9-10 MLA ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വച്ചിട്ട് മെത്രാന്മാർക്ക് വിലപേശാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ ചോദിക്കാം, മറ്റ് പല സ്ഥലത്തും ചോദിക്കാം, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലടക്കം. ഇവർക്ക് പല സ്ഥാനമാനങ്ങളും ഡിമാൻഡ് ചെയ്ത് മസിൽ പിടിച്ച് മേടിക്കാം. നേരെ മറിച്ച് ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ UDF അതിൽ നിന്നിട്ട് ചിലപ്പോൾ 2-3 കൂടിയ 4-5 പേര് ജയിക്കും. അവരെ വെച്ചിട്ട് വിലപേശാൻ പറ്റുകയില്ല. മറുഭാഗത്ത് മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. കോൺഗ്രസിന് MLA എണ്ണം വർദ്ധിക്കുന്നു. കോൺഗ്രസിന് തന്നെ 10-55 MLA പിന്നെ ഇവരുടെ വിലപേശൽ നടക്കും. അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത്, അവർക്ക് കൂടുതൽ MLA ഉണ്ടാകേണ്ടത് കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെ ആഗ്രഹമാണ്, അവരുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഈ സിനഡ് നടക്കുന്ന സ്ഥലത്തേക്ക് VD സതീശനെ വിളിച്ചു വരുത്തിയത്. അല്ലാണ്ട് സതീശൻ അവിടെ സിനഡിൽ എന്താണ് നടക്കുന്നത്, സുറിയാനിയിലാണോ ലത്തീനിലാണോ ചർച്ച എന്നറിയാൻ വേണ്ടി പോയതല്ലല്ലോ. സതീശൻ അങ്ങനെ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണ നിരങ്ങുന്ന ആളുമല്ല. അപ്പോൾ സതീശനെ മെത്രാന്മാർ വിളിപ്പിച്ചാണ്. അതാണ് സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ കാറിൽ അധികം ആൾക്കാർ അറിയാതെ അവിടെ പോയത്. പിന്നെ മാധ്യമപ്രവർത്തകരെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രഹസ്യ സന്ദർശനം പരസ്യമായി എന്ന് മാത്രമേ. അരമണിക്കൂർ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? സാധനങ്ങളുടെ വില വർധനവിനെ കുറിച്ചിട്ടാണോ? അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ബലക്ഷയത്തെക്കുറിച്ചാണോ? അല്ല. മതമേലധ്യക്ഷന്മാർക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയമുള്ളൂ. അതെന്താണ്? അവരുടെ ബാർഗൈനിങ് പവർ വർദ്ധിപ്പിക്കണം, അവരുടെ താല്പര്യമുള്ള ആളുകൾക്ക് നിയമസഭയ്ക്ക് സീറ്റ് കൊടുക്കണം, ജോസ് കെ മാണിയുടെ പാർട്ടിയെ തിരിച്ചുവിടണം. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് സതീശന് ഇടങ്കോലിടരുത്, വേറെ കോൺഗ്രസ്സുകാരെ ആരും ഇടങ്കോല് വെക്കരുത്. അതിന് വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് നടക്കാത്തതുകൊണ്ട് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധി മുഖേനയാണ് ഓപ്പറേറ്റ് ചെയ്തത്. ജോസ് കെ മാണിക്ക് ഇവിടെ ഒരു ബർത്ത് മേടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എതിർക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നേതാക്കന്മാരെ എതിർക്കില്ലേ? ഇത്രയും കാലം ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന ഈ ജോസ് കെ മാണിയെ സംഘത്തെ ഇതിലെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആത്മാഭിമാനത്തെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനെ ഒരു സമീപനം അവർക്ക് എടുക്കാൻ പറ്റാതെ പോയത് സോണിയാഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണാത്ത പല തലങ്ങളും ഇതിനകത്തുണ്ട്, പല അടിയൊഴുക്കുകളുമുണ്ട്.